നമസ്കാരം. ദൃഷ്ടിദോഷം നിസാരമല്ല. പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ജ്യോതിഷത്തിൽ? ദൃഷ്ടിദോഷം കണ്ണേറ് കാമ്പേറ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചില ആളുകൾ ചില വീടുകളിൽ അതിഥികളൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ അവർ പോയി കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ വല്ലാത്തൊരു അസ്വസ്ഥതകൾ ഫീൽ ചെയ്യും ചിലപ്പോൾ നമുക്ക്. അതുപോലെ തന്നെ ചില ആളുകൾ ചില നല്ല മാവും പൂത്ത് കായ്ച്ചു നിൽക്കുന്ന ഒരു മരം കണ്ട് അവർ പറയണം, ഓ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടല്ലോ ഈ മരം എന്ന് പറയുന്നു. പിറ്റേ ദിവസം മുതൽ അതിലെ പൂവും കായും മാങ്ങയും എല്ലാം താഴെ, കണ്ണിമാങ്ങയും പൂവൊക്കെ താഴെ വീണ് ഇല്ലാതെയായി കൊഴിഞ്ഞ് മരം പാടെ നശിക്കുന്നു. അതുപോലെ കൊച്ചു കുട്ടികൾ വീട്ടിൽ, വളരെ കുഞ്ഞു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ആ കുഞ്ഞു കുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞ് അവരെയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ട്, ആരെങ്കിലും വന്ന് എടുക്കുകയൊക്കെ ചെയ്തിട്ട് അവർ പോയി കഴിയുമ്പോൾ കുട്ടികൾ വല്ലാതെ കളിച്ച് ചിരിച്ച് ഉന്മത്തരായിട്ടിരുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് അസ്വസ്ഥരാവുക, കരച്ചിലടക്കാൻ പറ്റാതെ ഭയങ്കരമായിട്ട് കരച്ചിലുകൾ ഉണ്ടാവുക. ഇങ്ങനെ പൊതുവെ ഒരു സമാധാനക്കേട് നമുക്ക് എല്ലാ കാര്യത്തിലും ഫീൽ ചെയ്യുക. വലിയ വീട്, ഭയങ്കരമായ ബംഗ്ലാവ് ഒക്കെ വെച്ചിട്ട് ആളുകളൊക്കെ വന്ന് കണ്ട് വീട് താമസമൊക്കെ കഴിഞ്ഞ് കണ്ടുപോയിട്ട്, ഓ കൊള്ളാം നല്ല വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, അസുഖങ്ങൾ, ആ വീട് താമസിക്കുന്ന ഗ്രഹനാഥന് കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാതെയാകുന്നു. ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകളും നമ്മൾ കാണിക്കാൻ തുടങ്ങും. ഇത് ദൃഷ്ടിദോഷമാണെന്ന് തന്നെ നമുക്ക് പൊതുവെ പറയാറുണ്ട്. അവർ വന്ന് പോയതിന് ശേഷം കണ്ണ് കിട്ടിയിട്ടായിരിക്കാം എന്ന് നമ്മൾ പറയും, ദൃഷ്ടിദോഷം എന്ന് പറയും. നല്ല ഭംഗിയുള്ള വീടൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അത് പറഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില നാട്ടിൽ അതിനെ കണ്ണേറ്, കരിങ്കണ്ണ് എന്നൊക്കെ പറയാറുണ്ട്. കരിനാക്ക്, കരിങ്കണ്ണ് എന്നൊക്കെ പറയാറുണ്ട് ദൃഷ്ടിദോഷങ്ങൾക്ക്. പിന്നീട് അടുത്ത ദിവസം തൊട്ട് നമുക്ക് വല്ലാത്ത അസ്വസ്ഥതകളൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൃഷ്ടിദോഷം മാറാനായിട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ കടുകും മുളകും ചുറ്റിച്ചിടുക, ഗുരുതി നടത്തുക, ഇതൊക്കെയാണ് ചെയ്യാറ്. എന്നാലും ഈ ഒരു പ്രതികൂല ഊർജം, ഈ കണ്ണേറ് വരുന്ന സമയത്ത് ഈ ദൃഷ്ടിദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രതികൂല ഊർജം നമ്മളിലേക്ക് വരും. വീടിനാണെങ്കിലും മരത്തിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ആളുകൾക്കാണെങ്കിലും ഈ ദൃഷ്ടിയിൽ നിന്നൊരു പ്രതികൂല ഊർജം ഉണ്ടാവും. ഈ ആരുടെ ദൃഷ്ടിയിലുണ്ടത്, പക്ഷെ അത് ശക്തമായിട്ട് അങ്ങനെ നോക്കി അത് ഹായ് എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രതികൂല ഊർജം അതിലേക്ക് വന്ന് ഭവിക്കുകയും അതിൻ്റെ ആ ഒരു ദോഷം കൊണ്ട് അതിന് ചില പ്രോബ്ലംസ്, ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് ചില സ്ഥലങ്ങളിൽ കരിങ്കണ്ണൻ്റെ കണ്ണ് കണ്ടിട്ടാണ് എന്ന് പറയും. അതൊക്കെ മാറാനായിട്ട് നമുക്ക് അഷ്ടമന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം. ഈ കരിങ്കണ്ണ് മാറാനും അതുപോലെ തന്നെ ദൃഷ്ടിദോഷം മാറാനും ഒക്കെ ആയിട്ട് നമുക്ക് അഷ്ടമന്ത്രങ്ങൾ ജപിക്കാം. അഷ്ടമന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്: ഓം ഹ്രീം മായായേ നമ, ഓം ഹ്രീം മായാദിതായേ നമ, ഓം ഹ്രീം ദേവനന്ദായേ നമ, ഓം ഹ്രീം മധുഭാഷിണ്യേ നമ, ഓം ഹ്രീം കോശയുക്തായേ നമ, ഓം ഹ്രീം വിശ്വാതീതായേ നമ, ഓം ഹ്രീം ദീപ്തായേ നമ, ഓം ഹ്രീം സിംഹപരാക്രമായേ നമ. ഇതാണ് അഷ്ടലക്ഷ്മി മന്ത്രങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ദൃഷ്ടിദോഷം ഭവിച്ചു, കണ്ണേറ് ഭവിച്ചു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഈ അഷ്ടലക്ഷ്മി മന്ത്രങ്ങൾ, ഈ അഷ്ടമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നമുക്ക് എന്താണ്, അഷ്ടമന്ത്രം ജപിക്കുന്നത് കൊണ്ട് അതൊരു 10-21 ദിവസം അടുപ്പിച്ച്, ഒരു 11 ദിവസം, ഒരു 21 ദിവസമൊക്കെ നിങ്ങളുടെ സൗകര്യപൂർവ്വം നമുക്ക് ജപിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ വീട്ടിനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ബാധിച്ചിട്ടുള്ള ഒരു ദൃഷ്ടിദോഷം ഇല്ലാണ്ടായിക്കോളും.